ദാ പിടിച്ചോളൂ ഒരു 4 മാർക്കിന്റെ ചോദ്യം, കിടിലൻ ചോദ്യം, പഞ്ച് ചോദ്യം, വേറെ ലെവൽ ചോദ്യം. ചോദ്യം എന്താ? ദാ പിടിച്ചോളൂ. ഓക്കെ എടാ, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഈ ചിത്രം നിരീക്ഷിച്ച് ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കരുത്. പെര, വട്ടം, പെട്ടി. പൊര ഹൗസ് ഹൗസ് ഹൗസ്. ഓക്കെ, ദാ പൊര, വട്ടം, പെട്ടി, പൊര, വട്ടം, പെട്ടി, പൊര, വട്ടം, പെട്ടി, പൊര, വട്ടം, പെട്ടി. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നുമേ ചിന്തിക്കരുത്. അതാരാണ്? അത് ന്യൂക്ലിയോടൈഡ് ആണ്. പൊര, വട്ടം, പെട്ടി, പൊര, വട്ടം, പെട്ടി, പൊര, വട്ടം, പെട്ടി കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് സാർ? അത് ന്യൂക്ലിയോടൈഡ് ആണ് സാർ. അപ്പൊ ഈ ചിത്രീകരണം എന്തിനെ സൂചിപ്പിക്കുന്നു? വാട്ട് ഡസ് ഇല്ലുസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? അപ്പൊ നിങ്ങൾ പറയണം, ദാ പെര, വട്ടം, പെട്ടി കണ്ടു കഴിഞ്ഞാൽ, പൊര, വട്ടം, പെട്ടി കണ്ടു കഴിഞ്ഞാൽ, ഹൗസ്, വട്ടം, പെട്ടി കണ്ടു കഴിഞ്ഞാൽ, വീട്, വട്ടം, പെട്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുമേ ചിന്തിക്കരുത്. അതാരാണ്? ന്യൂക്ലിയോടൈഡ് ആണ്. അതാരാണ്? ന്യൂക്ലിയോടൈഡ് ആണ്. അപ്പൊ നമ്മൾ ആൻസർ ചെയ്തു ന്യൂക്ലിയോടൈഡ്. ആരാണ്? ന്യൂക്ലിയോടൈഡിന്റെ മലയാളം എന്താണ്? ന്യൂക്ലിയോടൈഡ് തന്നെ. അതിന് മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോടൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയോടൈഡ് കൂടി ചേർന്നിട്ടാണ് എന്ത് കിട്ടുക? DNA കിട്ടുക. അപ്പൊ DNA ബേസിക് യൂണിറ്റ് ആരാണ്? ന്യൂക്ലിയോടൈഡ് ആണ്. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ മോളിക്യൂൾ ലേബിൾഡ് എക്സ്? എക്സ് എന്ന് മെൻഷൻ ചെയ്ത മോളിക്യൂളിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ളതാണ് ചോദ്യം. ധർമ്മം എന്താന്നുള്ളതാണ് ചോദ്യം. കുറെ ആൾക്കാർ എക്സ് എന്താന്നുള്ളത് എഴുതിക്കും, ഒരു മാർക്കും കിട്ടൂല. എടാ, എക്സ് അല്ല ചോദിച്ചിട്ടുള്ളത്, എക്സിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിനാദ്യം എക്സ് എന്താന്നുള്ളത് അറിയണം. ഈ വട്ടമാരാണ്? വട്ടമാണ് എക്സ്. അതാരാണ്? അത് ആരെങ്കിലും ഒക്കെ ആട്ടെ സാർ. അങ്ങനെയല്ല, അതാരാണ്? അത് ഫോസ്ഫേറ്റ്. എക്സ് ആരാണ്? ഫോസ്ഫേറ്റ്. അപ്പോ എക്സ് ആരാന്ന് ചോദിച്ചാൽ അത് ഫോസ്ഫേറ്റ് ആണ് സാർ. ഫോസ്ഫേറ്റിന്റെ പ്രത്യേകത എന്താണ്? എന്തിനാണ് ഫോസ്ഫേറ്റ്? വെറുതെ ചുമ്മാ ഒരു എന്റർടൈൻമെന്റിന് ആണോ? അല്ല. ഫോസ്ഫേറ്റ് എന്തിനാന്ന് ചോദിച്ചാൽ DNA-യിലുള്ള ഓരോ ന്യൂക്ലിയോടൈഡുകളെയും പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്യാൻ, ബന്ധിപ്പിക്കാനാണ് ആര് ഉപയോഗിക്കുന്നത്? ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉപയോഗിക്കുന്നത്. സോ ദ ഹെൽപ്സ് ഇൻ ദ ബോണ്ടിങ് ഓഫ് ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതാണ് രണ്ടാമത്തതിന്റെ ആൻസർ. അത് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഇനി മൂന്നാമത്തിന്റെ ആൻസർ ഇതാ. Y, Z എന്നീ ഘടകങ്ങൾ തിരിച്ചറിയുക. അതായത് ഐഡന്റിഫൈ Y ആൻഡ് Z. ഇതിൽ Y എന്താണ്, Z എന്താണെന്നുള്ളത് തിരിച്ചറിയണം. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തത് ഹൗ ഈസ് Y ഡിഫറെന്റ് ഇൻ RNA ആൻഡ് DNA? ഈ Y DNA-യിലും RNA-യിലും എങ്ങനെ ഡിഫറെന്റ് ആയിട്ടുണ്ട്? അപ്പൊ അവിടെ നിന്ന് ഒരു കാര്യം കിട്ടി. Y എന്തായാലും DNA-യിലും RNA-യിലും ഡിഫറെന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് എങ്ങനെ ഡിഫറെന്റ് ആയി എന്നുള്ളത് നമ്മൾ പറഞ്ഞെടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം Y എന്താണ്, Z എന്താണ് പറയണം. എടാ, പൊര, വട്ടം, പെട്ടി. ഇതിലെ വട്ടമാരാണ്? ഫോസ്ഫേറ്റ്. പെട്ടി ആരാണ്? നൈട്രജൻ ബേസ്. അപ്പൊ Z ആരാണ്? അത് നൈട്രജൻ ബേസ്. തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, NB എന്ന് എഴുതാം. ഓക്കെ, NB ആണല്ലോ നൈട്രജൻ ബേസ്, NB. ഓക്കെ, NB. പിന്നെ Y ആരാണ്? ഞാൻ മറന്നു, പറയും. ഷുഗർ മോളിക്യൂൾ. ആരാണ്? ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര. അപ്പൊ അതും കറക്റ്റ് മെൻഷൻ ചെയ്യാം. ഓക്കെ, Y ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര. Z എന്താണ്? NB അഥവാ നൈട്രജൻ ബേസ്. ഇനി പരീക്ഷയ്ക്ക് NB എന്ന് എഴുതി വെക്കരുത്, നൈട്രജൻ ബേസ്. ഞാൻ ഫുൾ എഴുതി തരാം. ഇനി ലാസ്റ്റ് നിങ്ങൾ പറയും, ഫാസിൽ സാർ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, NB എഴുതി തന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എഴുതാന്ന് പറയും. ഓക്കെ, അങ്ങനെ ചെയ്ത് നൈട്രജൻ ബേസ്. ഓക്കെ, നൈട്രജൻ ബേസ്. അപ്പൊ അതും കിട്ടി. അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ഹൗ ഈസ് Y ഡിഫറെന്റ് ഇൻ DNA ആൻഡ് RNA? DNA-യിൽ എങ്ങനെയാണ് Y ഡിഫറെന്റ് ആയിട്ട് കാണപ്പെടുന്നത്? DNA-യിലും RNA-യിലും Y എങ്ങനെ ഡിഫറെന്റ് ആയിട്ട്, എങ്ങനെ വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആദ്യം Y എന്താന്നുള്ളത് മനസ്സിലാക്കണം. Y എന്താണ്? ഷുഗർ മോളിക്യൂൾ അല്ലെങ്കിൽ പഞ്ചസാരയാണ്. ഓക്കെ, അപ്പൊ അത് DNA-യിലും RNA-യിലും ഡിഫറെന്റ് ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ആണ്. ഓക്കെ, അപ്പൊ Y ഈസ് ഈക്വൽ ടു പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ. ഇത് DNA-യിൽ എങ്ങനെ ഇരിക്കുന്നു, RNA-യിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ആൻസർ നമ്മൾ എഴുതണം. എടാ, DNA-യിലുള്ള പഞ്ചസാരന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഡീഓക്സിറൈബോസ്. എന്താണ് പേര്? ഡീഓക്സിറൈബോസ്. എന്നാൽ RNA-യിലെ പഞ്ചസാരന്റെ പേര് റൈബോസ് പഞ്ചസാര. DNA-യിൽ ഡീഓക്സിറൈബോസ്, RNA-യിൽ റൈബോസ്. ഞങ്ങളത് മറക്കും സാർ. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞുതരും. എടാ, നിങ്ങൾ ഇങ്ങനെ പഠിച്ചു ഓർത്ത് വെച്ചാൽ മതി. അതായത് DNA-യുടെ ഫുൾ ഫോം എന്താ? ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഒന്നുകൂടെ പറയും, ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ആ ഡീഓക്സി റൈബോയിലേക്ക് ഒരു S ഇട്ട് കൊടുക്കുക. അപ്പൊ അതെന്തായി? ഡീഓക്സി റൈബോസ്. അതന്നെ DNA-യിലെ പഞ്ചസാരന്റെ പേര് കിട്ടി. ഓക്കെ, അത് പഠിച്ചാൽ മതി. ഓക്കെ, RNA-ന്റെ ഫുൾ ഫോം എന്താ? റൈബോ ന്യൂക്ലിക് ആസിഡ്. ഒന്നുകൂടെ RNA-ന്റെ ഫുൾ ഫോം റൈബോ ന്യൂക്ലിക് ആസിഡ്. ആ റൈബോ ന്യൂക്ലിക് ആസിഡിലേക്ക് ഒരു S ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തായി? റൈബോസ് ആയി. അതന്നെയാണ് RNA-യിലെ പഞ്ചസാരന്റെ പേര്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. എന്തൊരു സുഖം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഉഷാറായിട്ട് പഠിക്കുക. ഈ 2 ചോദ്യങ്ങളും സെറ്റാണ്. ഈ 3 ചോദ്യങ്ങളും അടിപൊളിയായിട്ട് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? 4 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മനസ്സിലായവർ ജസ്റ്റ് എന്ത് ചെയ്യുക, സംചു എന്ന് കമന്റ് ചെയ്യുക. സോ ഗുഡ് ബൈ. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഓൾ ദി ബെസ്റ്റ്.